കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ 123-ാം ജന്മദിനം ജന്മനാടായ കായംകുളത്ത് വിപുലമായി ആഘോഷിച്ചു. കേരള ലളിതകലാ അക്കാദമിയും കേരള കാർട്ടൂൺ അക്കാദമിയും സംയുക്തമായാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. കായംകുളം കൃഷ്ണപുരത്തുള്ള ശങ്കർ സ്മാരക കാർട്ടൂൺ മ്യൂസിയത്തിൽ കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ 123-ാം ജന്മദിനം വിപുലമായ പരിപാടികളോടെ നടത്തി. കേരള ലളിതകലാ അക്കാദമിയും കേരള കാർട്ടൂൺ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും കായംകുളം MLA യു പ്രതിഭ, മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല എന്നിവർ പങ്കെടുത്തു. ചിത്രകലയും പത്രപ്രവർത്തനവും പരസ്പരം സമ്മേളിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് കാർട്ടൂൺ. കാർട്ടൂണിൻ്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് സറ്റയറാണ്, ആക്ഷേപഹാസ്യമാണ്. പരിഹസിക്കുക എന്നത് അതിൻ്റെ ദൗത്യമാണ്. ആ പരിഹാസമാവട്ടെ സമൂഹ നന്മയ്ക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രഹരമാണ്. നിരന്തരമായ അത്തരം പ്രഹരങ്ങൾ കൊണ്ട് സവിശേഷമായ ഒരു മാനം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി MBM ജോസഫ്, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി A സതീഷ് എന്നിവർ മുഖ്യ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. വിമർശനങ്ങളെ സ്വീകരിച്ച വ്യക്തിയായിരുന്നു നെഹ്റു. എന്നാൽ വിമർശനങ്ങളോട് മുഖം തിരിക്കുന്ന സ്വഭാവമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ഒടുവിലുണ്ടായിരുന്നത്. വിമർശനകലയായ കാർട്ടൂണുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ശങ്കേഴ്സ് വീക്കിലി തുടങ്ങിയതും അടച്ചുപൂട്ടിയതും ശങ്കറിന്റെ ഒരു നിലപാടായിരുന്നു എന്നത് ശ്രദ്ധേയമാണെന്ന് ABN ജോസഫ് പറഞ്ഞു. ശങ്കറിന്റെ കാലഘട്ടം കാർട്ടൂണിസ്റ്റുകളുടെ സുവർണകാലമായിരുന്നു. വിമർശനങ്ങൾ നേതാക്കൾ സ്വീകരിക്കുമായിരുന്നു. ഇന്ന് അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് A സതീഷ് പറഞ്ഞു. കാർട്ടൂൺ അക്കാദമി നിർവാഹക സമിതി അംഗങ്ങളായ സുരേഷ് ഹരിപ്പാട്, ഹരിദാസ് ബാലകൃഷ്ണൻ, മുതിർന്ന അംഗം MS മോഹനചന്ദ്രൻ, കാർത്തിക കറ്റാനം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.